വിവശനായി വീഴുന്നു നാഥാ. കൂടുവിട്ടോടിയ ആടിയൊരു മുൾച്ചിടിക്കാട്ടി ഉൾപ്പടത്തി അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കീഴുന്നു നാഥാ. വിവശനായി കീഴുന്നു നാഥാ. കൂടുവിട്ടോടി ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടി ഉൾപ്പടത്തി അഭയമേകാരുമില്ലാതെ വിവശനായി കീഴുന്നു നാഥാ. വിവശനായി കീഴുന്നു നാഥാ. കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. കൂട്ടം പിരിഞ്ഞ ആടിനെ തേടി ഇടയനലഞ്ഞു പാതകളിൽ. ഘോരവനത്തിലും താഴ്വര കാട്ടിലും ആടിനെ കണ്ടിടയൻ. ഘോരവനത്തിലും താഴ്വര കാട്ടിലും ആടിനെ കണ്ടിടയൻ. കൂടുവിട്ടോടി ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടി ഉൾപ്പടത്തി
കണ്ടെത്തിനാഥൻ പിരിഞ്ഞതിനെ ഏകനായി ഞാനെത്ര സഞ്ചരിച്ചാലും കൂട്ടിനായി നീ എന്റെ ചാരയില്ലേ. ഏകനായി ഞാനെത്ര സഞ്ചരിച്ചാലും കൂട്ടിനായി നീ എന്റെ ചാരയില്ലേ. കൂടുവിട്ടോടി ആടിലുരങ്ങണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർപ്പിൽ അഭയമേകാരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥാ. വിവശനായി കേഴുന്നു നാഥാ. കൂടുവിട്ടോടിയ ആടിലുരങ്ങണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർപ്പിൽ അഭയമേകാരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥാ. വിവശനായി കേഴുന്നു നാഥാ. കൂടുവിട്ടോടി ആടിലുരങ്ങണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർപ്പിൽ അഭയമേകാരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥാ. വിവശനായി കേഴുന്നു നാഥാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും. സുഖത്തുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകട്ടെ, രാജ്യം വരണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തെ ആശ്രയിക്കൊണ്ട് സ്വർഗ്ഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്നോട് നിലവിളിക്കുന്നു. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങളെ തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരട്ടെ, എന്നാൽ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തെ ആരാധിച്ചുകൊണ്ട് സ്വർഗ്ഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്നോട് നിലവിളിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷിക്കുവാൻ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുക. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. 145 സങ്കീർത്തനം. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ ഗോചരമത്രേ. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുതകാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവൻ നിന്റെ വലിയ നന്മയുടെ ഓർമ്മ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവനെ കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യ പ്രവൃത്തികളും അവന്റെ രാജ്യത്തെയും തേജസ്സുള്ള മഹത്വവും സ്ഥാപിക്കേണ്ടതിനെ. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവ തന്റെ സകല വഴികളിൽ നീതിമാനും, തന്റെ സകല പ്രവൃത്തികളിൽ ദയാലുവുമാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. എന്റെ വായ് യഹോവയുടെ സ്തുതിയെ സ്ഥാപിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടാവും നീയാകുന്നുവല്ലോ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായുള്ളവേ. സർവത്തിൻ നാഥാനിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഈശോമിശിഹായേ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദിമുതൽ ആമേൻ ആമേൻ. സർവ്വത്തിൻ നാഥാ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഉയിർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും കർത്താവേ, നീ സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങൾ എല്ലായ്പ്പോഴും നിന്നെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സർവജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. അനാദിമുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളവേ കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞല്ലായ്പ്പോൾ നിനക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സിലു നീ കരുണ ചെയ്യുമാറാകണമേ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സഹോദരങ്ങളെ, പഴയ വാദം ശ്രദ്ധിപ്പിൻ.
നിശബ്ദരായിരിക്കെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികൾക്കും അതിലേക്ക് ഒഴുകിച്ചേരും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികൾ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ന്യായം വിധിക്കും, ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗൃഹമേ, വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞു, ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരായും കൈയടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു, അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു, അവരുടെ രഥങ്ങൾക്ക് എണ്ണവുമില്ല. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു, സ്വവിരൽ കൊണ്ട് ഉണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുത്. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചു കൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണു താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതൻ ആയിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാത്തിന്മേലും നിങ്ങളുള്ള എല്ലാത്തിന്മേലും വരും. അവ കാണുപോകും. ലെബനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളുടെ മേലും ബാശാനിലെ എല്ലാ കരുവേലകളുടെ മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളുടെ മേലും ഉയരമുള്ള എല്ലാ കുന്നുകളുടെ മേലും ഉന്നതമായ സകല ഗോപുരത്തിന്റെ മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർഭം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. നിത്യാമൂർത്തികളോ അശേഷം ഇല്ലാതെ ആകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കുമ്പോൾ യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹുരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ നിത്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനേക്കും നരിച്ചീരലും എറിഞ്ഞു കളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ട് ഒഴിയവിൻ, അവനെ എന്ത് വിലമതിക്കാനുള്ളൂ. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ദൈവികവും ജീവിതവുമായ നിന്റെ കൽപ്പനകളുടെ മധുരമുള്ള സ്വരത്തെ ശ്രദ്ധയോട് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയാലും കരുണകളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മാശരീരങ്ങൾക്ക് ഉതകുന്ന സ്നേഹപ്രത്യാശ രക്ഷണയെ സംഭരിക്കുവാനും ഞങ്ങൾ ഇടപെടാതെ നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ.
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെയും. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നിർത്തുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളും ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നതെന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ? വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രം ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരും. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിന് ഉള്ളതാകുന്നുവല്ലോ. ആ വിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസ്സാക്ഷി നിമിത്തവും അത് തിന്നരുത്. മനസ്സാക്ഷി എന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല, മറ്റവന്റേത് അത്രേ. എന്റെ സ്വാതന്ത്ര്യം മറ്റു മനസ്സാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സമാധാന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഞാനും എന്റെ ഗുണമെല്ലാം പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിച്ചിരിക്കുന്നുവല്ലോ. സമാധാനം. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായ ശീഘ്രമായി നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച അനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കും. നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും നിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായുള്ളോവേ. തന്റെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതിനെ കർത്താവേ, പരിശുദ്ധവും ദൈവികവും മായ തിരുവഴുത്തുകളെ ധ്യാനിക്കുന്നതിനെ എന്റെ വിചാരങ്ങളെ പ്രശോഭിപ്പിക്കണമേ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. കർത്താവേ, പാപിനിയായ മറിയം നിന്റെ ശിരസിൽ സുഗന്ധ തൈലം ഒഴിച്ചപ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെട്ട ആ പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോടെ കലരുമാറാകട്ടെ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. നിങ്ങളോട് കൂടെ സമാധാനം നിങ്ങളുടെ ആത്മാവോട് കൂടെ.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ 57-ാം വാക്യം മുതൽ 13-ാമത്തെ 18-ാം വാക്യം വരെ. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരക്കൊള്ളുവാൻ ശ്രമിക്കാം. അല്ല, ഞാൻ അവൻ നിന്റെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴിച്ചുകൊണ്ട് പോവുകയും ന്യായാധിപൻ നിന്റെ കോൺകാരന്റെ മുമ്പിൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ല, മനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിനെ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തി വൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടി നിൽക്കട്ടെ, മേലാൽ കാഴ്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാൻ എന്ന് പറഞ്ഞു. ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെയുള്ള കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിക്കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബ്ദത്തിലരുത് എന്ന് പറഞ്ഞു. കർത്താവിനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശബ്ദത്തിൽ തന്നെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടുന്നവരല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെ അവരും കാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരൊക്കെയും സന്തോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ലിഹയുടെ 6ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ സുവിശേഷ ഭാഗത്ത് ആദ്യം നാം കാണുന്നത് അനുരഞ്ജനത്തിന്റെ സന്ദേശമാണ്. നമ്മോട് തെറ്റ് ചെയ്തതിനോട് ക്ഷമിക്കാനും നമ്മോട് ശത്രുത വയ്ക്കുന്നവരെ അനുഗ്രഹിക്കാനും നമ്മെ ഒരു ചെകിട്ടത്തടിക്കുന്നവരെ മറ്റേത് കാണിച്ചു കൊടുക്കുവാനും സുവിശേഷം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഒരു ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന്മായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വന്ന് ബലിയർപ്പിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പരസ്പരം അനുരഞ്ജിതരായിട്ട് വേണം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും എന്ന് കർത്താവിന്റെ വചനങ്ങളിൽ നാം പലയിടത്തും കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇവിടെ മത്തായിയുടെ സുവിശേഷം
അധ്യായം 58 വാക്യത്തിൽ കർത്താവ് പറയുന്നു, പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളും. ഇന്ന് നമുക്കറിയാം, രാജ്യങ്ങൾ തമ്മിലും സഭകൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഒക്കെ വളരെ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി ലഡാക്ക് സന്ദർശിച്ച് അവിടുത്തെ ജവാന്മാരെ ശക്തിപ്പെടുത്തി അവർക്ക് സന്ദേശം നൽകിയത് നാം മാധ്യമങ്ങളിൽ കൂടെ വായിച്ചറിഞ്ഞതാണ്. ചൈനയും നേപ്പാളും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യക്കെതിരായിട്ടുള്ള പടയൊരുക്കത്തിലാണ്. രാജ്യത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് താമസിക്കുന്ന ഒരു വ്യക്തി, ബാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബാലന്റെ വീടിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ച് വീട്ടിലേക്ക് വരുവാനും പുറത്തേക്ക് പോകാനും. അവിടെ ആ സ്ഥലത്തിന് മുന്നിലുള്ള വ്യക്തി അവിടെ മതിൽ കെട്ടി അവർ വഴി അടച്ചു കളഞ്ഞു. ടി വിയിൽ കണ്ടു അവര് വെള്ളം കൊണ്ടുവരുന്നത് ആ മതിലിൽ ഒരു ഏണി വെച്ച് അതിൽ കയറി വെള്ളത്തിന്റെ ആ നിറച്ച കുടം അങ്ങോട്ട് കൈമാറി. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ഒരു ജീവിതം. നമ്മുടെ സഹോദരങ്ങളിൽ തമ്മിൽ പലരും സഹോദരങ്ങളിൽ തമ്മിൽ നമ്മുടെ രക്തബന്ധുക്കളായപ്പോഴും പരസ്പരം സംസാരിക്കാതെ വഴക്കിട്ട് വർഷങ്ങളായി കഴിയുന്നവരുണ്ട്. കർത്താവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അനുരഞ്ജനം എന്നത് വളരെ പ്രസക്തിയുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ സുവിശേഷത്തിൽ പറയും, കർത്താവ് പറയും, അതൊന്നും എന്റെ വിഷയമല്ല എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ആ ക്ഷമ, കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ ഉരുവിടുന്നത് അങ്ങനെയാണല്ലോ. ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്? 3 നോയമ്പിലും ഒക്കെ നമ്മൾ വളരെ അനുതാപത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുന്ന സാഹചര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു കൂടുതലുണ്ടാകും. കാരണം നീ ആദ്യം പോയി നിന്റെ സഹോദരനോട് ക്ഷമിച്ചിട്ട് വായോ എന്ന് കർത്താവ് മന്ദഹാസത്തോടെ പറയാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന യുദ്ധമല്ല, സമാധാനമാണ്. വചനം പറയുന്നു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, അനുരഞ്ജനമാണ്. എല്ലാവരും ഒരുപോലെ, കർത്താവിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ പട്ടക്കാരനുമില്ല, വിശ്വാസികളില്ല, എല്ലാവരും ഒരുപോലെയാണ്. ഒരുപോലെയാണ് കർത്താവ് എല്ലാവരെയും കാണുന്നത്. അതുകൊണ്ട് സ്ഥാനമാനങ്ങളും നമ്മുടെ അലങ്കാരങ്ങളും ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. കർത്താവിന്റെ മുമ്പിൽ ആ നിർമ്മലമായ ഹൃദയം ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ 51 സങ്കീർത്തനം പറയുന്നത് പോലെ ആ നിർമ്മലമായ ഹൃദയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കണം, മറ്റുള്ളവരുമായിട്ട് അനുരഞ്ജനപ്പെടാൻ, നിരക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ചിലപ്പോഴൊക്കെ ചില സഹനം ഉണ്ടാകും, ഒരു സാക്രിഫൈസ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്കതിൽ വളരെ വേദന ഉണ്ടാകാം. എന്നിരുന്നാലും ആ വേദനയിൽ നിന്നുകൊണ്ട് ക്ഷമിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും കഴിയുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് കർത്താവിന്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് നാം കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 8-9 വാക്യങ്ങൾ, അത്തിവൃക്ഷത്തിന്റെ ഉപമ. കർത്താവെ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം വളരെ നാളുകളായിട്ട്
ഉടമസ്ഥൻ ഫലം പ്രതീക്ഷിക്കുന്ന ഒരു വൃക്ഷമാണ്. പല അവസരങ്ങളിലെ ഉടമസ്ഥൻ വന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ അതിനെ നോക്കും. പക്ഷേ ഫലമൊന്നും അതുവരെയും ലഭിക്കുന്നു. ആ വൃക്ഷത്തെക്കുറിച്ച് ഉടമസ്ഥന് വളരെ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. വൃക്ഷം വളരെ മനോഹരമാണ്. തളിർത്ത ഇലകളും പച്ചപ്പും നിറഞ്ഞ വൃക്ഷം. പക്ഷേ അതിൽ ഫലമില്ല. നോ ഫ്രൂട്ട്. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളെ കാണാൻ വളരെ ഭംഗിയാണ്, നല്ല രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കും, നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുന്നു, നല്ല അലങ്കൃതരായിട്ട് നാം ജീവിക്കുന്നു. പക്ഷേ നോ ഫ്രൂട്ട് ഫ്രം അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകാൻ ഒരു ഫലവുമില്ലാതിരിക്കുന്ന അവസ്ഥ. കർത്താവ് പറയുന്നു, അതിനെ വെട്ടിക്കളയുക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? അവനെ ശുശ്രൂഷിക്കുന്ന കൂലിക്കാരൻ പറയുന്നു, ഇതാ ഞാൻ ഒരു വർഷം കൂടെ നോക്കട്ടെ, അതിന് ചുറ്റും ഒന്ന് കിളച്ച് അതിന് വളവും വെള്ളവും കൊടുത്തൊന്ന് ശുശ്രൂഷിച്ച് ഒന്നുകൂടെ ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഒരു ഗ്രേസ് പീരീഡ് കൂടെ അതിന് കൊടുക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ ആ നിലത്തെ നിഷ്ഫലമാക്കുന്നവരാണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം വളരെ അലങ്കൃതമായിട്ട് നിൽക്കുന്നുവെങ്കിലും ഒരു ഫലവും അതിൽ നിന്ന് നൽകാൻ നമുക്കില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. നാം നിൽക്കുന്ന കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിലെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തീയമായ ഒരു ദൗത്യം കുടുംബത്തിൽ നമുക്ക് നിവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ആ കുടുംബത്തെ തന്നെ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം നിഷ്ഫലമാക്കുകയാണ്. സഭ എന്ന കാഴ്ചപ്പാടിലും സഭ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ കുറെ കെട്ടിടങ്ങൾ പെടുന്ന ഭൗതികമായ ഒരു അലങ്കൃതയായിട്ട് സഭ മറ്റുള്ളവരുടെ പ്രസന്റ് ചെയ്യാൻ, കാഴ്ചവെക്കാനാണ് ഇന്ന് സഭകൾ ശ്രമിക്കുന്നത്. കെട്ടിടങ്ങൾ വെച്ച് പൊക്കാനും പള്ളികൾ ഗോപുരമുട്ടെ ആകാശമുട്ടെ പണിയാനും ഒക്കെയാണ് സഭകൾ ശ്രമിക്കുന്നത്. അതൊക്കെ നമ്മുടെ സഭയിലും അതിന്റെ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, സഭ സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ സമൂഹത്തിനെ നിഷ്ഫലമാക്കാൻ പാടില്ല. ഒരു വൃക്ഷം ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ ആ സ്ഥലവും അത് നിൽക്കുന്ന, അത് ആ ചുറ്റുപാടുമുള്ള അതിന്റെ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത്. ആ വളർച്ചയിൽ നിന്ന് സമൂഹത്തിന്റെ ഉടമസ്ഥന് ഫലം നൽകാൻ കഴിയാത്ത വൃക്ഷം പോലെ സഭ ആയിത്തീരുന്നുവെങ്കിൽ യാതൊരു കാര്യവും സഭയെ കൊണ്ടില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സഭ അത് ആകുന്നില്ല. കർത്താവിന് പ്രതീക്ഷകളുണ്ട് സഭയെ കുറിച്ച്. ആ അത്യവൃക്ഷത്തെ കുറിച്ച് ഉടമസ്ഥന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത് പോലെ സഭയെ കുറിച്ചും കർത്താവിന് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ പൂർത്തിയാകണമെങ്കിൽ സഭയിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകണം. സഭയിൽ നിന്ന് നന്മ അനുഭവിക്കാൻ സമൂഹത്തിന് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തികളായാലും കുടുംബങ്ങളായാലും ഒക്കെയും ആ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഫലം നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ വെട്ടിക്കളയുന്ന വൃക്ഷത്തെ വെട്ടിക്കളയുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ഫലവും നൽകാതെ നാം ജീവിക്കുന്നുവെങ്കിൽ, വെറും അലങ്കാരമായി നാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് മാനസാന്തരമില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ പ്രവർത്തിക്കുന്നവരാണ്, വളരെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ദൈവിക ബോധമില്ലാത്തവരായിട്ട് തീരുന്ന സാഹചര്യം. വിശ്വാസിയാണ്, വിശ്വാസി എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം.
ഉള്ളവൾ എന്നാണ്. The one who is sincere to God. വിശ്വസ്തതയുള്ളവനാണ് വിശ്വാസി. അത് ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ. ആ വിശ്വസ്തത നമുക്കില്ലെങ്കിൽ വിശ്വാസിയായിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മാനസാന്തര അനുഭവത്തിലൂടെ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്ലീഹയുടെ 6-ാം ആഴ്ചയിൽ കർത്താവ് നൽകുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ സംവഹിക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കാനും അനുരഞ്ജിതരാകാനും നമുക്ക് കഴിയട്ടെ. നാം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഫലമണിയാൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ അലങ്കൃതിയായി ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് സഹനത്തിലൂടെ, വേദനയിലൂടെ മറ്റുള്ളവർക്ക് നന്മയുള്ള ജീവിതം നൽകാൻ, ഫലങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നാം എല്ലാവരും ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപേക്ഷിക്കുക. കാരണങ്ങളുടെ പിതാവുമല്ല ആശ്വാസത്തിന്റെയും ദൈവമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളെ സൂക്ഷിക്കുന്നവരും സർവ്വത്തിന്റെയും പരിപാലകനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിന്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധരാക്കന്മാരായ മാറിയോഹന്മാരുടെയും അവരുടെ ശുശ്രൂഷകന്മാരായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവ്വതയോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സ്വർഗ്ഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കരുണയുണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവ്വനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാനും അപേക്ഷ കൈക്കൊള്ളുവാനും നമ്മോട് കരുണയുണ്ടാകുവാനുമായിട്ട് സർവ്വനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവരും ജീവിക്കുന്നവരുമായ മിശിഹായുടെ ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമാർന്ന് പറയത്തന്നെ ഓർമ്മിക്കാമായും അവിടെ കൃപയാലമേ വിശദീകരിക്കുവാനും തന്റെ ഇഷ്ടങ്ങൾ തികയ്ക്കുവാനും തടസ്സത്തെ പൂർത്തിയാക്കുവാനുമായിട്ട് സർവ്വനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. സ്ഥിരമുള്ള വിശ്വാസത്തിലും സത്യമാനത്തിലും ഈ ലോകത്ത് കടന്നുപോയ സത്യവിശ്വാസികളായ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഓർമ്മിക്കാനും അവരുടെ കൃപകളെയും ലംഘനങ്ങളെയും ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യുവാനും സാധിപ്പിച്ചവരായ നീതിമാന്മാരുടെയും നിഷ്ഠൂരന്മാരുടെയും കൂടെ ആനന്ദിക്കുവാൻ അവരെ യോഗ്യരാക്കുവാനുമായിട്ട് സർവ്വനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിച്ചുള്ളവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവവുമായ ദൈവയുടെയും സൗഖ്യത്തിന്റെയും മാലാഖയായിരിക്കുവാനും അവരെ അവരുടെ കൃപയുടെ ബലത്താലും അനുഗ്രഹങ്ങളാലും സന്ദർശിക്കുവാനും വേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവ്വനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷിച്ച് പിതാവും സർവ്വനാഥനുമായ ഏകദൈവത്തെ
പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അതെന്നും ആവശ്യമത്രേ. എന്തുകൊണ്ട് നാലാമത്തെ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവന്റെ അവസാനം വരെ ദൈവങ്ങളെയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടും അപേക്ഷയോടും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളെയും ആരാധിക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും രാവും പകലും സമൃദ്ധിയുമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. കിട്ടാവുന്ന സ്നേഹത്തിന്റെ ഐക്യമത്യത്തെ സമാധാനത്തോടെ യാചിക്കുന്നു. പാപങ്ങളുടെ മോചനത്തെയും ഞങ്ങളുടെ ജീവനെയും സഹായിക്കുന്നവയും നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവയും യാചിക്കുന്നു. അനുഗ്രഹങ്ങളെയും കരുണയെയും എപ്പോഴും യാചിക്കുന്നു. മറ്റുള്ളവരുടെയും ആത്മാക്കളെയും പിതാവിനോട് വരവേൽപ്പിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങളിലേക്ക് വരവേൽപ്പിക്കുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപ ഞങ്ങളെ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളും കനിവും നിന്റെ ജനത്തിന്റെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണകളാലും നീ നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആടുകളുടെയും പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. നിന്റെ ദയയാൽ ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെയും ഞങ്ങൾ എല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തിന്റെ മഹത്തായിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായി നീതിയുടെ സൽപ്രവർത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തിരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. മഹത്വപ്പെട്ട നിന്റെ ത്രിത്വത്തിന്റെ ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത ആ മിശിഹാ തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ കൽപ്പന പ്രകാരം കർത്താവിന്റെ സ്വന്തങ്ങളുടെ രണ്ടാം വരവോടെ സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധവും ജീവിപ്പിക്കുന്ന
ദൈവികവുമായ ഈ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വയ്ക്കപ്പെടുന്നു. അവനെ സദാസ്തുതി എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശീഹായിൻ മാതാ കന്യാമറിയത്തിൻ ഓർമ്മ മദ്ബഹമേ ഉണ്ടായിടട്ടെ. പ്രിയ സൃഷ്ടി ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. സ്തുത്യ വിശുദ്ധ മുടിചൂടും സഹദ എന്നീവർ കൂടെ താതാ നിന്നോർമ്മ. ചെറിയവർ വലിയവരോട് കൂടെ പുനരുദ്ധാന പ്രത്യാശയതിൽ അന്യരെല്ലാം നിദ്ര കൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ കൃപയാലും കരുണകളാലും നാം എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രി പുത്രന്മാർ, മിശിഹായെ സ്നേഹിച്ച വിശ്വസ്തഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നീയന്മാരും സ്നേഹന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവ്വസഹോദരന്മാരുടെയും മോദ്യന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ ഉയർത്തൽ ദൈവം അവരെ കിരീടം ധരിപ്പിക്കുന്നവരും അവരോടുകൂടെ നമുക്കും സ്വർഗ്ഗരാജ്യത്തിലെ പ്രത്യാശയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നവരുമായി പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുമ്പാകെ എന്റെ പാപാവസ്ഥയിൽ നിന്ന് ഇത് പ്രസന്നതയോടെ സ്വീകരിക്കണമേ. ഈ കുർബാന മനസ്സാത്തോടുകൂടി സ്വീകരിക്കപ്പെടുമാറാകട്ടെ. മിശിഹായുടെ കൃപയാൽ സർവ്വരാജ്യത്തിന്റെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തീരുവാൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുകയും
മിശിഹാ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹാ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹാ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും ആമേൻ. Nasignatus votami carado vitam sicta asa mahulzvat lalamalli മിശിഹായുടെ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കുകയും സഭയുടെ കൂടെ പ്രവർത്തിച്ചു കടന്നുപോയ സർവ്വജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ പരിശുദ്ധി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും തിരുവനന്തപുരമുള്ള ഈ കുർബാന കൈക്കൊള്ളുന്ന യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് ദാസിദാസന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ. എന്നേക്കും ആമേൻ. നാം എല്ലാവരും നിർവഹിക്കപ്പെടുന്നവരോടും കൂടി കർത്താവിനോടേക്ക് പറയുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടെ നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു ഭയഭക്തിജനകമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കിക്കാണുക. തന്റെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഉണർവോടും ഉത്സാഹത്തോടും കൂടി ഈ സമയത്ത് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യും. ആരും സംസാരിക്കാനും പ്രാർത്ഥിക്കുന്നവൻ തന്നെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായ കാര്യത്തോട് കൊടുക്കുന്നോട്ട് പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തുതവർഗങ്ങൾ നിന്റെ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ വന്യവും സ്തുത്യവുമായ നാമത്താൽ മാറ്റുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവിന്റെയുമായ മഹത്വപ്പെട്ട നിന്റെ ആലയത്തിലുള്ള വിശുദ്ധ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന അത്ഭുതമായ ധൂപം നിന്നെ പ്രസാദിപ്പിക്കുകയും നിന്റെ വിശുദ്ധ നാമത്തിന്റെ ആനന്ദത്തിനും ദാസന്മാരുടെയും നിന്റെ ആത്മീയത്തിന്റെയും വിമോചനത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പോവേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോ എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. സർവനാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. മിശിഹാ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹാ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹാ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങൾ അർപ്പിക്കുന്ന
കൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു, ബലവാൻ ദൈവമാം കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗവും ഭൂമിയും സ്തുതികളാലും ഉണ്മയുടെ സ്വഭാവത്താലും തന്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ദാവീദിൻ പുത്രനെ ഹോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ പരലോകത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ വലിയ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളോടുള്ള നിന്റെ സർവസഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. രക്ഷക എന്നെ കൈവിടല്ലേ, കാരുണ്യമേ തള്ളിടല്ലേ. സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ, സ്വർഗ്ഗത്തിലാനന്ദ മന്ദിരത്തിൽ. നിന്നെ മറന്നു ഞാൻ പാദതെറ്റി, നിന്നെ പിരിഞ്ഞു ഞാൻ ദൂരെ പോയി. നിന്നോടെ സന്നിധി സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ, സ്വർഗ്ഗത്തിലാനന്ദ മന്ദിരത്തിൽ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗ്ഗരാജ്യം പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവ്വർക്കു വേണ്ടി നിങ്ങൾ അർപ്പിക്കും ഈ ബലിയിൽ
നാം എല്ലാവരും മുട്ടുകുത്തുക. അടുത്തോടും ഭയഭക്തിയോടും കൂടെ എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ദാസരുടെ കൃപാകരമേൽ ആവസിക്കുകയും കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും തിരുമുമ്പാകെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ സ്വർഗരാജ്യത്തിൽ പുതുജീവനുമായി തീരുവാൻ അതിനെ വാഴ്ത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളോടുള്ള വലുതും അത്ഭുതകരവുമായി ഈ എല്ലാ പരിപാലനത്തിനു വേണ്ടി തെളിവോടും മുഖപ്രസാദത്തോടും കൂടെ നിന്റെ മിശിഹായുടെ വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ സഭയിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യും. മിശിഹായുടെ വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ജീവനുള്ളതും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിന്റെ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കും ദൈവമേ കനിയുക നിൻ കൃപയാൽ എന്റെ പാപങ്ങൾ മാറ്റുക. കരുണയാൽ എന്റെ പാപങ്ങൾ മാറ്റുക. കരുണയാൽ കർത്താവേ തികയ്ക്കുവാൻ നിന്നിടത്തെ എന്റെ അപേക്ഷയാകുക. സന്നിധിയിൽ എന്റെ അപേക്ഷയാകുക. സന്നിധിയിൽ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നെ ദൈവമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കും ദൈവീകവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ദൈവമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായി ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല.
ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായെ തിരുനാമത്തിന് മഹത്വം, നിന്റെ വക്രത്വത്തിന് ആരാധനയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതും ഇതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇതിനെ കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അത്തമിതാകുന്നു. ഞങ്ങളുടെ നേരെയുള്ള വന്നിപ്പാൻ കഴിയാത്ത നിദാനത്തിനായി കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാണുവിൻ. സ്വർഗ്ഗേ നിന്നുള്ള അപ്പം ഞാനെന്ന രഹസ്യം കർത്തൻ ശിഷ്യരോടോടി സ്നേഹത്താലെ നീ കൈക്കൊള്ളുന്ന നിത്യം ജീവിക്കും സ്വർഗം നേടിയിടും. കർത്താവേ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതുജീവൻ ഉണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സഭയെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ ആരാധ്യവും സ്തുത്യവുമായ നാമത്താൽ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ ഏകമായി യോജിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ബന്ധിപ്പിക്കപ്പെടുകയും മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എല്ലായ്പ്പോൾ എന്നേക്കും. നീതിയുടെ വാതിലുകളെ തുറന്നു തരണമേ. അനുദപിക്കുന്നു വാതിൽ തുറന്നു ചാരി വിളിക്കും കാരുണ്യകർത്താ. രാവും പകലും സ്തുതി പാടുവാൻ കാരുണ്യവാതിൽ തുറന്നിടണേ. ഞങ്ങൾ കർത്താവായ ഈശോമിശിഹായെ നിന്റെ കൃപയാൽ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. കർത്താവെ നിന്റെ കാരുണ്യത്താൽ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞാൻ അയോഗ്യനായിരിക്കും. സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികമായ രഹസ്യങ്ങളുടെ ദാനത്തിൽ ശുശ്രൂഷകളും മധ്യസ്ഥനുമായി നിന്റെ കൃപയാൽ നീ എന്നെ നിയമിച്ചതിന് നിനക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി നിന്റെ കൃപയാലും കരുവിനാലും നീ എന്നെ യോഗ്യനാക്കണം. എന്റെ ബലഹീനാവസ്ഥയുള്ള നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും എന്നേക്കും. നിനക്ക് സ്തുതിയാതില്ലാത്ത പുത്രനേ നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന ലോഹാദുരിശായി നിനക്ക് എന്നേ സ്തുതി. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ രക്ഷിതാവിന്റെയും ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യനിൽ നിന്ന് മർത്തി ശരീരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്യവുമായ ആത്മാവിനെയും എടുത്ത് തന്റെ ജീവിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തന്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിന്റെ അറിവിലേക്ക് നമ്മെ എടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ പരസ്യ ശുശ്രൂഷയ്ക്കും ശേഷം നമ്മുടെ സ്വഭാവത്തിന്റെ ആദ്യഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നമ്മുടെ നേരെയുള്ള തന്റെ എല്ലാ കൃപയാൽ നാം ഓർക്കേണ്ടതിനും തന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കഴിഞ്ഞെടുക്കുന്ന സ്നേഹത്തോടും വലിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെയും കൈക്കൊള്ളുകയും ചെയ്യുക. നിറമുള്ള പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന് പ്രത്യാശയും സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങളുടെ പിഴകളിൽ നിന്ന് പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ പ്രതിദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിച്ചും കൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷികളിൽ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട് വിശുദ്ധവസ്ത്രം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന് യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമായി രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്താൻ നൽകുന്ന ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിക്കും. ഞങ്ങളുടെ കർത്താവേ, എപ്പോഴും നിഷ്കളങ്കമായി നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും തിരുമുമ്പിൽ നീക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും എന്നാൽ കരുണയോട് ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ധൈര്യത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച പ്രകാരം പാടും. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ നിന്നാമം വിശുദ്ധമാക്കപ്പെടട്ടെ, നിൻ രാജ്യം വന്നിടണേ, വേഗം നിൻ രാജ്യം വന്നിടണേ. നിൻ ഗീതം സ്വർഗത്തിൽ എന്നതുപോലെ ഈഹത്തിലാകണമേ. അന്നോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു നീ തന്നിടണേ. ഞങ്ങൾ കടക്കാരോടിവരോടിന്നുമായി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുമ്പോൾ അന്നോ ചെയ്തോരപരാധമെല്ലാം ഇന്നു നീ മാറ്റണമേ. മക്കൾ ഞങ്ങളെ പരീക്ഷകളിൽ നീ അകപ്പെടുത്തരുതേ, ദുഷ്ടനിൽ നിന്നും നീ ഞങ്ങളെ എന്നും വീണ്ടുവിച്ചിടണമേ. നിൻ രാജ്യം ശക്തിയും മഹത്വമെന്നും നീക്കുള്ളതാണല്ലോ. നിൻ രാജ്യം ശക്തിയും മഹത്വമെന്നും അതേ ഞങ്ങളുടെ ദൈവമായുള്ളവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ കൃപയുടെ മനസ്സിനോട് യാചിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാൽ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു, ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ.
നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്തേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്തേ. ഈ ആഴ്ചയിൽ ജന്മദിനം ആചരിക്കുന്നവർ കരപ്പറമ്പൻ തിരുത്തി മകൻ ബബീഷ്, പാലമിറ്റം തോമസ് ജോസ്, ഇലുവത്തിക്കൽ ജോസഫ് ശ്യാം, ഓവങ്കൽ ഔസേപ്പ് മകൻ ജോസ്, വടക്കൻ ജോസ് തോമസ്, കൈതാരത്ത് വർഗീസ് ലിസ, ഓവങ്കൽ നിംസി ഭാര്യ സിജി, നീലങ്കാവിൽ മാത്തു മകൻ ഷിജോ, കൈതാരത്ത് അന്തോണി വർഗീസ്, ആലുക്കൽ കൊച്ചപ്പൻ മകൾ ശാന്ത. വിവാഹ വാർഷികം തേലപ്പള്ളി റഫായി അനീഷ് ആൻഡ് ജോയ്സി. ഇവർക്ക് ഇടപെടി നാമത്തിലുള്ള ആശംസകൾ നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യവും പരിപാലിക്കുന്ന സ്വർഗ്ഗപിതാവേ, ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാരെയും നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. നാളിതുവരെയും പരിപാലിച്ച നിന്റെ വൻകൃപകളെ നന്ദിയോടെ ഓർത്ത് നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ കരേറ്റുന്നു. ദൈവമായ കർത്താവേ, അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി നന്ദിയുള്ള ഹൃദയത്തോടെ തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെല്ലാം നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ വിശ്വാസികളായി വിശ്വസ്തതയുള്ളവരായിട്ട് നിലനിൽക്കുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ വിശുദ്ധ പൗലോസ്ലീഹ ഞങ്ങളെ ഉദ്ബോധിക്കുന്നു. അതേ കർത്താവേ, അനുരഞ്ജനം കെട്ടുകൊണ്ട് എല്ലാവരോടും സമാധാനപരമായി ജീവിക്കുവാൻ തക്കവണ്ണം സമാധാനമുള്ള ജീവിതം ഇവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകളിൽ, പ്രവർത്തന മേഖലകളിലൊക്കെ വിശ്വസനായിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവേ നിന്റെ കൃപകൾ ധാരാളമായി മക്കളെ ചെയ്യണമേ. അവരുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വിവാഹവാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാരെയും ഓർക്കും കർത്താവേ, നീ നിന്റെ ദൈവികമായ പദ്ധതിയാൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന വിവാഹ ബന്ധം നിർമ്മലയോടെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവികമായ പദ്ധതി അവരുടെ കുടുംബത്തിലൂടെ നിവർത്തിയാക്കപ്പെടുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷമായി തീരുവാൻ, ആ കുടുംബത്തിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനും ഫലങ്ങൾ നൽകുവാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ കരങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നിന്റെ കൃപയോടെ നിറയ്ക്കണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ലോകേ. കഴിഞ്ഞ ആഴ്ചയിൽ SSLC ഫലമൊന്നല്ലോ ഇടവകയിലെ വിജയികളായ എല്ലാവരെയും ഇടവയുടെ നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ +2 റിസൾട്ട് വരാനിരിക്കുന്നു. അവർക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സൺഡേ സ്കൂളിന്റെ ടീച്ചേഴ്സ് യോഗം കൂടിയുണ്ടായി. അതിൽ ഈ വർഷം ഹെഡ്മിസ്ട്രസ് ആയിട്ട് മിസ്സിസ് ഷെൽവി സൈമനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പോലെ തന്നെ അസിസ്റ്റന്റ് ഹെഡ്മിസ്ട്രസ് ആയിട്ട് മിസ്സിസ് സീന ജോബിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്.
ഈ വർഷം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ട എല്ലാ ടീച്ചർമാരെയും അതിനെ ഓരോ ക്ലാസ്സുകൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരും ആ ക്ലാസ്സുകൾ മോണിറ്റർ ചെയ്തു വരുന്നു. ഇനിയും 1-ാം ക്ലാസ്സിൽ നമ്മുടെ ഇടവകയിൽ ആരെങ്കിലും പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ അത് എത്രയും പെട്ടെന്ന് അധ്യാപകരെ ആരെങ്കിലും അത് അറിയിക്കാനായിട്ട് സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങളെയും പിഴകളെയും ദൈവമാകുകയും പറ്റി പറഞ്ഞുകൊണ്ട് കർത്താവിൽ നിന്ന് പാപമോചനത്തിന്റെ കൂദാശ നമുക്ക് സ്വീകരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ മുട്ടുന്നവർക്ക് തുറക്കുന്നവനെ, യാചിക്കുന്നവർക്ക് ഉത്തരമരുടുന്നവനെ, കർത്താവും ദൈവമായുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ, ഞങ്ങളുടെ അപേക്ഷയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുടണമേ. ഒട്ടുള്ളവരിൽ നിന്നും എഴുതിരിക്കുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാസരിൽ നിന്നും ദാനങ്ങളും കരുണകളും പറയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ ശ്രീമഠാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുടണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഞങ്ങളുടെ ദൈവമായുള്ള വാഴ്ത്തപ്പെടുന്ന ക്രിസ്തുവിന്റെ അനാദിയായ കരുണകൾ എല്ലാ നേരോടും വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ ദാസന്മാരുടെ മേൽ ചൊരിയണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, നല്ലവരും കരുണനിരന്മാർ ഞങ്ങളുടെ ദൈവമേ, എല്ലാം കൃപയും കരുണയും ചൊരിയുന്നവനെ, എന്റെ സ്നേഹപ്രസാദൃതയ ഈ ദാസനിൽ ചൊരിയണമേ. അനുതാപജീവന് വേണ്ടി അധ്വാനിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യാശയിൽ ഇവരെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പുതുക്കണമേ. അതിനാലല്ലോ ഇവർ രക്ഷാനാളിലേക്കായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും ഇവരെ നിർമ്മലരാക്കണമേ. നീതിമാർഗങ്ങളിൽ ഇവരുടെ ജീവിത വഴികൾ ക്രമപ്പെടുത്തണമേ. നിന്റെ രാജ്യത്തിൽ വിശുദ്ധന്മാരോടൊത്ത് പുത്രത്വാവകാശത്തിലുള്ള ഇവരുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സത്യത്താലും വിമോചനം നൽകുന്ന നിന്റെ രഹസ്യങ്ങളുടെ ആനന്ദത്താലും ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ കാക്കുന്നതിനും നിന്റെ ഇഷ്ടം തികയ്ക്കുന്നതിനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിന്റെ കരുണയുടെ സഹായത്താൽ ഇവരെ ശക്തിപ്പെടുത്തണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, സ്വർഗീയ മന്ന ചൊരിഞ്ഞു, ആകാശവാതിൽ തുറന്നു, സ്വർഗീയ മന്ന ചൊരിഞ്ഞു, ദൈവത്തിൻ പുറകിലേ ജീവന്റെ അപ്പം തന്നു, ദൈവത്തിൻ പുത്രനിറങ്ങി ജീവന്റെ അപ്പം തന്നു. ആലോകക്കായി ജീവൻ നൽകിയ പുത്രൻ ബലിയായി, ആലോകക്കായി ജീവൻ നൽകിയ പുത്രൻ ബലിയായി, മാനവരുടെയായി സ്വയം ജീവന്റെ രക്തം നൽകി, മാനവരുടെയായി സ്വയം ജീവന്റെ രക്തം നൽകി. ആജ്ഞാനത്താൽ പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികമായ ഈ രഹസ്യങ്ങളുടെ സ്വീകരണത്തിൽ അടുത്തു വരികയും യോഗ്യരാക്കപ്പെടുകയും പങ്കാളികളോടെയും ചേർന്ന് അവരെല്ലാം ഒന്നിച്ച് ഏറ്റുപറയുകയും അവിടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത എല്ലാ ദിവസവും യോഗ്യമാകുന്നു, എല്ലാ സമയങ്ങളിലും ന്യായമാകുന്നു, എല്ലാ മണിക്കൂറുകളിലും ഉചിതമാകുന്നു. നിന്റെ മഹിമയുടെ ഭയങ്കരനാമത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നെ എന്നോട് കർത്താവേ, മർത്തരായ മനുഷ്യരുടെ വലിയ സ്വഭാവത്തെ നിന്റെ നാമത്തെ ആത്മീകരോടുകൂടെ പരിശുദ്ധം ഘോഷിക്കുന്നതിനും നിന്റെ ദാനത്തിന്റെ രഹസ്യങ്ങളിൽ പങ്കാളികളാക്കപ്പെടുന്നതിനും നിന്റെ വചനങ്ങളുടെ മാത്രത്തിൽ ആനന്ദിക്കുന്നതിനും നിന്റെ അത്യുന്നത ദൈവത്തിന്റെ സ്തുതിയുടെയും പുകഴ്ചയുടെയും ശബ്ദങ്ങൾ സദാർപ്പിക്കുന്നതിനും നിന്റെ കൃപയാൽ നീ യോഗ്യമാക്കിയല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, സർവത്തെയും ശുദ്ധീകരിക്കുന്ന തന്റെ വിലയേറിയ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ തന്റെ കൃപയാലും കരുണകളാലും ഞങ്ങളെ യോഗ്യരാക്കിയ
ഞങ്ങളുടെ ദൈവവും കർത്താവും രാജാവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നതുമായ മിശിഹാ തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാൽ വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഞങ്ങൾ കൈക്കൊള്ളതുമായ ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ തന്റെ കൃപയാലും കരുണകളാലും നമ്മെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ പുതിയ ജീവനുമായി തിരുമാറാകട്ടെ എന്നേക്കും. സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ. അവന്റെ എല്ലാ സൈന്യങ്ങളും അവനെ സ്തുതിപ്പിൻ. സൂര്യനും ചന്ദ്രനും അവനെ സ്തുതിപ്പിൻ. സർവ നക്ഷത്രങ്ങളും പ്രകാശവും അവനെ സ്തുതിപ്പിൻ. സ്വർഗാദിസ്വർഗങ്ങളും അവനെ സ്തുതിപ്പിൻ. ആകാശനീതിയുള്ള വെള്ളം കർത്താവിൻ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അരുളി ചെയ്തോളുമായി അവൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവനവയെന്നേക്കും സ്ഥിരമാക്കി. സർവജനങ്ങളും കർത്താവിനെ സ്തുതിപ്പിൻ. സർവംശങ്ങളും അവനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ തന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് അവൻ എന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്ന് പറയട്ടെ. നാം ഏറ്റവും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. സ്വർഗസ്പിതാവേ, ഇതാ സ്തോത്ര കാഴ്ച നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, പങ്കാളികൾ എല്ലാവരെയും നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, സാമ്പത്തികമായ പ്രയാസം നേരിടുന്ന കർത്താവേ ഇടവേയും എന്റെ മക്കളെയും കർത്താവെ നീ കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ. എന്റെ ഇഷ്ടപ്രകാരം എടുത്ത് സമ്പത്തെടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവരെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകമായ എല്ലാ ആശീർവാദങ്ങളോടുകൂടെ അനുഗ്രഹിക്കുന്നവൻ, സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നതുമായ ജീവദായകമായ തന്റെ
അതുപോലെ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എങ്കിലും ഞാൻ അവനിൽ വസിക്കുന്നു, ഞാൻ അവനെ അവസാന ദിവസം ഉയർത്തുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ഗുണദോഷമായും വാഗ്ദത്തമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തന്റെ ദൈവികവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായ സ്വന്തം രഹസ്യങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവുടെ വിശുദ്ധ ശ്രീമായുടെ അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. വാഗ്ദാനം